ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് നൈറ്റി കൊണ്ടുവന്നിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ നൈറ്റി തയ്ക്കുന്നപ്പോൾ. അപ്പോൾ നമുക്ക് അർജൻറ്റായിട്ട് 2 ടോപ്പ് തയ്ച്ച് കൊടുക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ നൈറ്റിയും വേണമെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ പൈസ മുന്നേ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ കൊടുക്കാനുള്ള വഴിയില്ല. അപ്പോൾ പെട്ടെന്നാണ് കേട്ടോ അടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ നൈറ്റി ആദ്യമൊക്കെ ഞങ്ങൾ തയ്ച്ചു കൊടുത്തിരുന്നു പീസ് വർക്കായിട്ട്. അപ്പോൾ ഞങ്ങൾ 2 ആൾക്കാർ വന്നിട്ട് നൈറ്റീൻ്റെ ഫ്രണ്ട് പിന്നെ സിബ് വെക്കുന്ന അതിൻ്റെ പണിയായിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. അപ്പോൾ ബാക്കി ഫുള്ള് നൈറ്റി തയ്ക്കുന്ന വേറെ 2 ആൾക്കാരായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് 5 രൂപ അല്ല 10 രൂപ ഇതിനും നൈറ്റിയും മറ്റേത് ഫുള്ള് തയ്ക്കുന്നവർക്ക് 5 രൂപ, അങ്ങനെ ഒരു നൈറ്റിക്ക് 15 രൂപയാണ് കേട്ടോ ഞങ്ങൾക്ക് തന്നിരുന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ തയ്ക്കുമ്പോൾ ഇവിടെ റിഗാളിൻ്റെ അവിടെ വന്നിട്ട് മറ്റവർ തയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ മേലെ കൈ പീസ് കുറച്ച് വലിച്ച് മേലത്തെ തുണി കുറച്ച് ലൂസ് വിട്ടിട്ട് വേണം നമുക്കത് തയ്ച്ചെടുക്കാൻ. അപ്പോൾ അതറിയില്ലായിരുന്നു, ഞങ്ങൾ ആദ്യമായിട്ട് തയ്ക്കുമായിരുന്നു. അപ്പോൾ പിന്നെ വെട്ടിയതിൻ്റെ മിസ്റ്റേക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് നൈറ്റി തുണി കൊണ്ടുവന്ന ആൾ വന്നിട്ട് ഇങ്ങനെയല്ല തയ്ക്കാമെന്നും പറഞ്ഞിട്ട് പിന്നെ ഞങ്ങളത് അയച്ചിട്ട് പിന്നെയും തയ്ച്ചു കേട്ടോ. അപ്പോൾ നൈറ്റി അപ്പോൾ തയ്ക്കുന്നതിൻ്റെ സെറ്റപ്പ് അപ്പോൾ മനസ്സിലായിട്ടോ. അപ്പോൾ നൈറ്റി ഏകദേശം വന്നിട്ട് ഫ്രണ്ട് ഭാഗം തയ്ക്കാനാണ് നൈറ്റിക്ക് കുറച്ച് പണി കേട്ടോ. അപ്പോൾ ഞാൻ നൈറ്റി തുണിക്കൂടെ 100 രൂപയാണ് ചാർജ് പറഞ്ഞത്. അപ്പോൾ തയ്ച്ച് വരുമ്പോൾ 100 ഒന്നും നമുക്ക് ലാഭമായിട്ടില്ല. നിങ്ങളൊക്കെ എത്രയാണ് നൈറ്റിക്ക് തയ്ക്കുന്നതിന് ചാർജ് കൊടുക്കുന്നതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നൈറ്റിയൊക്കെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. വലിയ പിന്നെ തുണിയാണ് 320-ൻ്റെ. അപ്പോൾ ഇത് നല്ല തടിയും ഹൈറ്റും ഒക്കെ ഉള്ള ആളാവുമ്പോൾ തുണി നമുക്ക് തികയില്ല. അപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ തയ്ച്ചിട്ടുള്ളത്. അപ്പോൾ മറ്റേ 2 ചുരിദാറുണ്ടെങ്കിൽ ഒന്ന് ഞാൻ രാത്രി തയ്ച്ചു, പിന്നെ ഒന്ന് വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഇവിടെ വെള്ള ടാങ്ക് കഴുകലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതിൽ നിന്നുകൊണ്ട് നമുക്ക് ഇതിന് ചുരിദാർ ഉച്ച കഴിഞ്ഞ് തയ്ക്കാമെന്ന് വെച്ച് നിൽക്കുമ്പോഴാണ് നൈറ്റി തയ്ക്കാനായിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നൈറ്റി ഒരു 2 മണിയായപ്പോൾ നൈറ്റി തയ്ച്ചൊക്കെ കഴിഞ്ഞ് തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല വിശക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മെഷീനിലിരുന്ന് കഴിഞ്ഞാൽ ഉള്ള സ്വഭാവമാണ്, വിശന്നുകൊണ്ടേ ഇരിക്കുക, എന്തെങ്കിലും കഴിച്ചുകൊണ്ടേ ഇരിക്കണം കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ പണി കഴിഞ്ഞുകൊണ്ട് ഇനി പോയിട്ട് എന്തെങ്കിലുമൊക്കെ തിന്നണം. അപ്പോൾ നൈറ്റി തയ്ച്ചത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഒന്ന് പറയണേ. അപ്പോൾ നൈറ്റി ഞാൻ ആദ്യമായിട്ടല്ല കേട്ടോ തയ്ക്കുന്നത്, ഇതിൻ്റെ മുന്നേ തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തുണി കൊണ്ടുവന്ന് തയ്ക്കുന്നത് തുണിയിൽ ആദ്യമായിട്ടാണ് ഈ നൈറ്റി തയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ദീപാവലിയൊക്കെ ആയിട്ട് കുറച്ച് സ്വീറ്റ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വിശന്നപ്പോൾ ഞാൻ പെട്ടെന്ന് പോയി നോക്കിയപ്പോൾ കണ്ടത് ഇതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് തിന്നു. അപ്പോൾ ഒന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.